ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അഖില വിപിൻ. MLTയുടെ ആപ്ലിക്കേഷൻ എല്ലാം നിങ്ങൾ അയച്ചു കഴിഞ്ഞു അല്ലേ? അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കാനുള്ള സമയമാണ്. ഇനി എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ഇപ്പോഴും ഒരു ട്രാക്കിലാകാത്ത കുറേ കുട്ടികൾ നിങ്ങളിൽ ഉണ്ടാവും. എവിടെ പഠിച്ചാലാണ്, അല്ലെങ്കിൽ ഞാൻ പഠിച്ച സബ്ജക്റ്റ് തന്നെ, ഞാൻ ഡിഗ്രിക്ക് പഠിച്ച സെയിം സബ്ജക്റ്റ് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ MLT പാസ് ആകുമോ എന്നൊക്കെ വിചാരിക്കുന്ന കുറേ അധികം കുട്ടികളുണ്ടാവും അല്ലേ? അപ്പോൾ അവർക്ക് MLT എന്ന് പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും അയ്യോ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ, ഞാൻ ഇതെങ്ങനെ പഠിച്ചെടുക്കും, ഇതെനിക്ക് പഠിച്ചെടുക്കാൻ സാധിക്കുമോ എന്നെല്ലാം ഡൗട്ട് ഉണ്ടാവും. പക്ഷേ ഇത് പഠിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം എന്ന് വെച്ചാൽ 50 മാർക്കിന് നിങ്ങൾക്ക് രണ്ട് ബുക്സ് റെഫർ ചെയ്താൽ മാത്രം മതി അല്ലേ? MLT+1 MLT+2 ഈ 2 ടെക്സ്റ്റുകൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ 50 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഒരുപാട് ഹയർ ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യൻസും അവിടെ നിന്ന് വരാനില്ല. ഒരു വാസ്റ്റ് സിലബസ് ഒന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. വളരെ ആ ടെക്സ്റ്റ് മുഴുവൻ പഠിക്കണമെന്നില്ല. 2 ടെക്സ്റ്റ് പഠിക്കാൻ ഞാൻ പറഞ്ഞു. 2 ടെക്സ്റ്റിനകത്ത് മുഴുവൻ കണ്ടന്റ് നമ്മൾ പഠിക്കണോ? അത്രയൊന്നും പഠിക്കണ്ട. വളരെ കുറച്ച് കണ്ടന്റ് മാത്രമേ ഇവിടെ പഠിക്കണ്ടൂ. നിങ്ങൾ സിലബസ് അനുസരിച്ച് ആ സിലബസിനകത്ത് പറഞ്ഞിരിക്കുന്ന സെയിം കാര്യങ്ങൾ മാത്രം. ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് വരുമെന്ന് ഒന്നും നിങ്ങൾ വിഷമിക്കേണ്ട. 41 മാർക്കായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് മാർക്ക് അല്ലെ? നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. ഈ നമ്മൾ പഠിച്ചേക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഈ 50 മാർക്ക് കിട്ടാനുള്ളത് MLT പോർഷൻ മാത്രമുണ്ട്. എന്ന് വെച്ചാൽ 2 ടെക്സ്റ്റേ ഉള്ളൂ. അത് വലിയൊരു ടെക്സ്റ്റ് ഒന്നുമല്ല. വളരെ ചെറിയ 2 ബുക്സ് ആണ് ഈ MLTയുടെ 2 ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് വളരെ കുറച്ച് കണ്ടന്റുകൾ മാത്രം. ഈ 2 ടെക്സ്റ്റുകൾ പഠിച്ചു കഴിഞ്ഞാൽ 50 മാർക്കിനകത്തുനിന്ന് നമുക്കൊരു 30 മാർക്കെങ്കിലും വളരെ ഈസി ആയിട്ട് മേടിച്ചെടുക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെ? ഇനി നിങ്ങൾക്ക് പിന്നെയും സംശയം ഉണ്ടാവും. കാരണം ഞാൻ ഇനി ബോട്ടണി പഠിക്കണം, സുവോളജി പഠിക്കണം, ഫിസിക്സ് പഠിക്കണം, കെമിസ്ട്രി പഠിക്കണം. ഇത്രയും സബ്ജക്ട് പഠിച്ചാലല്ലേ ഇനി എനിക്ക് അടുത്തതായിട്ടും അത് നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ, ഇപ്പൊ നിങ്ങളിപ്പോൾ ബയോളജി പഠിച്ച ഒരാളാണെന്ന് വിചാരിക്കാം. അവർക്ക് ഈ ബോട്ടണി സുവോളജിയും പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് വലിയൊരു ഫോക്കസ് കൊടുത്തില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ടോപ്പിക്കാണ് അല്ലെ? അപ്പം അവിടെ നിങ്ങൾക്ക് എങ്ങനെ പോയാലും ഒരു 10ഓ 15ഓ മാർക്കിനുള്ളത് സ്കോർ ചെയ്യാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കില്ലേ? തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ നമ്മൾ MLT മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മാർക്ക് 30 മാർക്കാണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന 15 മാർക്ക്. ഇപ്പൊ തന്നെ എത്ര മാർക്കായി? 45 മാർക്കായി. ഇനി ഫിസിക്കൽ സയൻസ് അല്ലെ? അപ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും ചിലപ്പോൾ ഈ 2 സബ്ജക്റ്റ് നിങ്ങൾക്ക് ഒരുപോലെ പഠിക്കാനായിട്ട് സാധിച്ചെന്ന് വരില്ല. ഇതിനകത്ത് ഏതെങ്കിലും ഒരു സബ്ജക്ട്, ഫിസിക്സ് എങ്കിൽ ഫിസിക്സ്, അല്ലെങ്കിൽ കെമിസ്ട്രി എങ്കിൽ കെമിസ്ട്രി, ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ ആ 20 മാർക്ക് കിട്ടാനുള്ള അടുത്തുനിന്ന് പിന്നെയും നിങ്ങൾക്ക് കിട്ടും ഒരു 10 മാർക്ക്. നിങ്ങൾ ഈസി ആയിട്ട് എവിടെ കയറും? റാങ്ക് ലിസ്റ്റിൽ കയറും. ഇത്രയും പഠിച്ചാൽ പോരെ? വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരുപാട് ഡെപ്ത് ആയിട്ട് ഒന്നും പഠിക്കാനില്ല. വെറും MCQ എന്ന് വെച്ചാൽ വളരെ ബേസ് ലെവലിലെ MCQ. അതേസമയം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഏതെങ്കിലും ഒരു LDCയോ അല്ലെങ്കിൽ LGSോ ഒക്കെ എഴുതാനിരിക്കുന്നവരായിരിക്കും. നിങ്ങളിൽ കുറേ നാൾ കൊണ്ട് അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും. ഒരു LGSന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു LDSക്കോ വേണ്ടിയിട്ടോ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും. നിങ്ങൾ എത്രമാത്രം കണ്ടന്റ് പഠിക്കണം? അവിടെ നിങ്ങൾ ജനറൽ പേസിക്ക് പഠിക്കുന്ന എല്ലാ GK പോർഷൻസ് പഠിക്കണം, റിനൈൻസൻസ് പഠിക്കണം, കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കണം. ഇതൊന്നും ഇവിടെ ബാധകമല്ല അല്ലെ? നമുക്ക് ഇഷ്ടപ്പെട്ട് പഠിച്ച സബ്ജക്റ്റ് അല്ലെ? അതൊന്ന് പഠിച്ചാൽ മാത്രം പോരെ? ഞാൻ പറയുന്നു, ഇത് ഇത്രയും നല്ലൊരു ഗോൾഡൻ ചാൻസ് നിങ്ങൾക്ക് ഇനി ഒരു 3-4 വർഷത്തേക്ക് കിട്ടാനില്ല. ഇനി ഇങ്ങനെ ഒരു പോസ്റ്റ് ഇനി വരണമെങ്കിൽ എത്ര വർഷം കഴിയണം? 4 വർഷം കഴിയണം അല്ലെ? അപ്പൊ ഈ കിട്ടിയ ഒരു അവസരം അപ്ലൈ ചെയ്തിട്ടുള്ളവരെല്ലാവരും ഏതൊരു വിജയത്തിന് പിന്നിലും അവിടെ ഒരു ചിട്ടയായിട്ടുള്ള ഒരു പരിശ്രമത്തിന്റെ കാര്യം കൂടിയുണ്ട് അല്ലെ? അപ്പൊ ആ ചിട്ടയായിട്ടുള്ള പരിശ്രമം എന്ന് പറയുന്നത് ആ തലേദിവസം അല്ല പഠിച്ചെടുക്കേണ്ടത്. നമ്മൾ ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങണം. ഇപ്പൊ ഓൾറെഡി നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. ഇനി എങ്ങനെയാണ് ട്രാക്കിലോട്ട് വീഴേണ്ടത്, അല്ലെങ്കിൽ എവിടെയാണ് പഠിക്കേണ്ടത് എന്നൊക്കെ എന്തെങ്കിലും ഒരു ഡൗട്ടിൽ നിൽക്കുന്ന നിങ്ങളെ കുറച്ചു പേർക്കെങ്കിലും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ പഠിക്കാൻ പോവല്ല, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിനകത്തുനിന്ന് MLTയുടെ ഭാഗത്തെക്കുറിച്ച് മാത്രമാണ് അല്ലെ? ചിലപ്പോൾ നിങ്ങളിൽ പലരും, ഇല്ലെങ്കിൽ ഭൂരിഭാഗം പേരും MLT പാസ്സായവരുണ്ട്. ജനറൽ ബയോ ഫിസിക്സ് പാസ്സായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു സാധാ ബയോ സയൻസ് +2 പാസ്സായിട്ടുള്ള കുട്ടികളായിരിക്കും അല്ലെ? ഇതിനകത്ത് വളരെ കുറച്ച് പേര് മാത്രമാണ് ഈ VHC MLT എടുക്കുന്നത്. അപ്പോൾ ആ MLT എടുത്ത് പഠിക്കാത്ത ജനറൽ ബയോളജി പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ എന്ന് കരുതി നിങ്ങൾ പഠിച്ച, അല്ലെങ്കിൽ MLT പഠിച്ചവർ ഇത് കാണാൻ പാടില്ല എന്നല്ല. എന്നാലും കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഈ സാധാ +2 പഠിച്ച് MLT എങ്ങനെ പഠിക്കണം എന്നോർത്ത് വിഷമിച്ചിരിക്കുന്നവരെ സംബന്ധിച്ചാണ്, ഇല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് ഇതിനകത്ത് MLTയുടെ പോർഷൻസ് മാത്രം ഒന്ന് നോക്കാം. ഇതിനകത്ത് MLTക്ക് നമുക്കറിയാം 50 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് MLTക്ക് വരുന്നത്. MLTക്ക് 50 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അല്ലെ? 2 ബുക്സ് ആണ് നമ്മുടെ മുമ്പിൽ പഠിക്കാനുള്ളത്. എന്ന് വെച്ചാൽ വലിയ കട്ടിയുള്ള ബുക്സ് ഒന്നുമല്ല, വളരെ സാധാരണ ഒരു ഫിസിക്സിന്റെ കെമിസ്ട്രി ടെക്സ്റ്റിന്റെ ബുക്കിന്റെ അത്രയും പോലും ഇല്ലാത്ത 2 ബുക്സുകൾ. ആ ബുക്സിൽ നിന്നാണ് നമുക്ക് പഠിക്കാനുള്ള 50 മാർക്കിന്റെ ക്വസ്റ്റ്യൻ കിട്ടുന്നത്. ഞാൻ ഉറപ്പായിട്ടും പറയുന്നു, നിങ്ങൾ ഒരിക്കലും MLT പഠിച്ചിട്ടില്ലാത്ത കുട്ടികളാണെങ്കിൽ പോലും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് ഈ 30 മാർക്ക് എന്ന് പറയുന്നത്. ഉറപ്പായിട്ടും ഞാൻ പറയും. കാരണം എന്ന് വെച്ചാൽ ഈ 30 മാർക്കിനാണ് MLTയുടെ ആ ബുക്ക് മുഴുവൻ പഠിക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് ആദ്യം ബേസിക് ലബോറട്ടറി ടെക്നിക്സ് ആണ്. ഇതിനകത്ത് നിങ്ങൾക്ക്, എനിക്ക് തോന്നുന്നു നമ്മൾ ആ വെബിനാറിനകത്തൊക്കെ പങ്കെടുത്ത സമയത്ത് നിങ്ങളിൽ പലരും ഞാൻ ആദ്യമായിട്ട് MLT പോർഷൻസ്
ചോദിച്ചപ്പോൾ പോലും വളരെ നന്നായിട്ട് ആൻസർ ചെയ്തവരുണ്ടാവും. അത്രയും ബേസ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഒരു അറിവ് കൊണ്ട്, നമ്മുടെ ഒരു ദൈനംദിന അറിവ് വെച്ച് പലപ്പോഴും നിങ്ങൾ ലാബിൽ പോയിട്ടുണ്ടാവും, അവിടെ പലപ്പോഴും നിങ്ങൾ ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ടാവും, നിങ്ങൾ അവിടെയുള്ള കുറേ അധികം ഗ്ലാസ് വെയർസും അവിടെയുള്ള എക്യുപ്മെന്റ്സുകളും എല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇനി പോകുമ്പോൾ ശ്രദ്ധിച്ചാലും മതി, കുറേ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നമ്മുടെ ഒരു മനോഗതം അനുസരിച്ച് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഇല്ലെങ്കിൽ നമ്മുടെ ഒരു അറിവ് വെച്ച്, നമ്മുടെ ഒരു ജനറൽ നോളജ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇത് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരുപാട് വലിയ ഡീപ്പായിട്ട് പഠിക്കേണ്ട ഒരു കാര്യങ്ങളും ഈ ഒരു പോർഷനകത്ത് ഇല്ല കുട്ടികളെ. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഒരു 30 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു ഭാഗമാണ് MLT. ഇപ്പോഴും MLT ഭാഗം പഠിക്കാത്ത ഒരുപാട് കുട്ടികളുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ അല്ലേ. ഈ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും മാത്രം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ. അങ്ങനെയല്ല, MLT കൂടി പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ പ്രവേശിക്കാൻ സാധിക്കൂ. കാരണം മറ്റുള്ള 4 സബ്ജക്റ്റിനും കൂടി 50 മാർക്ക് കിട്ടുമ്പോൾ ഇവിടെ MLTക്ക് മാത്രമാണ് 50 മാർക്ക്. അപ്പോൾ ഞാൻ പറയും, ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് ഏത് തന്നെയാണ്, MLT പോർഷൻ തന്നെയാണ് അല്ലേ. ഇത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നിങ്ങൾക്ക് നന്നായിട്ട് ആൻസർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി വരുന്ന മാർക്ക്, ബാക്കി 50 മാർക്കിനകത്തുനിന്ന് ഒരു 20 മാർക്ക് മേടിച്ചാൽ കൂടിയും നിങ്ങൾ എന്ത് ചെയ്യും, തീർച്ചയായിട്ടും റാങ്ക് ലിസ്റ്റിലെത്തും. ഒരിക്കലും വേറെ ഒരു 50 മാർക്ക് മേടിച്ച് വെറുതെ അങ്ങ് പാസ്സായി പോവുകയല്ല ചെയ്യേണ്ടത്. നല്ല മാർക്കിലോട്ട് എത്താനായിട്ട് നിങ്ങൾക്ക് കൊണ്ട് സാധിക്കും. ഇത് വളരെ ഈസി ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒരുപാട് സമയം എടുത്ത് പഠിക്കുകയോ ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നന്നായിട്ട് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനകത്ത് ഓരോ മൊഡ്യൂൾസിനകത്തുനിന്നും കിട്ടുന്ന മാർക്കുകളുമുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്തുനിന്ന് വരുന്ന ടോപ്പിക്ക് ഞാൻ പറഞ്ഞു, സിലബസ് അനുസരിച്ച് മാത്രം പഠിക്കുക. ആ ടെക്സ്റ്റിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു, അത്രയും കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യമേ ഇല്ല. ഈ സിലബസിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ലേബൽ ചെയ്ത് മാത്രം എന്ത് ചെയ്യുക, പഠിച്ചെടുക്കുക കേട്ടോ. ഇതിനകത്ത് രണ്ടാമത്തെ മൊഡ്യൂൾസ് എന്ന് പറയുന്നത് ബ്ലഡ് ആൻഡ് ഫ്ലിയോബോട്ടമിയാണ്. ഇത് നമ്മൾ ഇതിനകത്ത് പറഞ്ഞേക്കുന്ന ബ്ലഡിനെ കുറിച്ച് പറഞ്ഞ കുറേ കാര്യങ്ങളെല്ലാം ബയോളജി പഠിച്ചിട്ടുള്ള നിങ്ങളെ സംബന്ധിച്ച് വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. ഇതിനകത്ത് പിന്നെ കുറച്ചധികം ടെക്നിക്സുകളൊക്കെ വരുന്നുണ്ട്, അതെല്ലാം മാത്രമാണ്. അതായത് ഇതിനകത്ത് കുറച്ചധികം മെത്തേഡുകൾ അതെല്ലാം വരുന്നുണ്ട്. ഇത് മാത്രമാണ് നമുക്കിതൊന്ന് ഓർത്തിരിക്കാൻ, ഈ ടേംസ് ഒക്കെ ഒന്ന് ഓർത്തിരിക്കണമല്ലോ, അത് മാത്രമാണ് ഇതിനകത്ത് വരുന്ന കുറച്ചെങ്കിലും ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. ബാക്കിയെല്ലാം നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാം. ദാറ്റ് ഈസ് ബ്ലഡ് ബാങ്കിങ് ആൻഡ് ഇമ്മ്യൂണോ ഹെമറ്റോളജി. ബ്ലഡുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഇതിൻ്റെയൊക്കെ ഒരു ബേസ് നിങ്ങൾക്ക് ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ഈ ഒരു പോർഷനകത്തുനിന്ന് കുറച്ചെങ്കിലും ബുദ്ധിമുട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ഹെമറ്റോളജിയാണ്. കാരണം ഹെമറ്റോളജിയിലാണ് കുറേ അധികം പേരുകളൊക്കെ ഓർത്തിരിക്കാനുള്ള, ഇല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു ഇപ്പോൾ 1-2 ദിവസം എടുത്ത് പഠിക്കാനുള്ള പോർഷൻസ് വരുന്നത് ഹെമറ്റോളജിയിലാണ്. ബാക്കിയുള്ള പോർഷൻസ് എല്ലാം വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക്, ഇപ്പോൾ ബ്ലഡ് ബാങ്കിങ് ആൻഡ് ഇമ്മ്യൂണോ ഹെമറ്റോളജി ആണെങ്കിലോ അതിനകത്ത് വളരെ കുറച്ചേ ഉള്ളൂ. ബ്ലഡ് ഗ്രൂപ്പിംഗ് ഒന്നും അറിയില്ലാത്തവരാരോ ഉള്ളത്, ആൻറ്റിജൻസിനെ കുറിച്ച് അറിയില്ലാത്തവരാരോ ഉള്ളത് ഈ കൂട്ടത്തിനകത്ത്, അത് നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാം. ദെൻ ട്രാൻസ്ഫ്യൂഷൻ പ്ലിയോബോട്ടമി, ഇതും അത്ര വലിയ ബുദ്ധിമുട്ടുള്ള ഒരു റീജിയൻസ് അല്ല. അടുത്തത് മൊഡ്യൂൾ 3 ആണ്. അതിനകത്ത് വരുന്നതാണ് ക്ലിനിക്കൽ പത്തോളജി എന്ന് പറയുന്നത്. നമ്മളെ ആരാണേലും, ഇല്ലെങ്കിൽ നമ്മളിൽ പലപ്പോഴും ലാബിൽ പോയിട്ടുണ്ട്, ബ്ലഡ് കൊടുത്തിട്ടുണ്ട്, സ്പാറ്റം കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ യൂറിൻ കൊടുത്തിട്ടുണ്ട്, ഇതിൻ്റെ എല്ലാം സാമ്പിൾസ് കണ്ടിട്ടുണ്ടാവും അല്ലെ. ഇതുവരെയായിട്ട് നിങ്ങൾ ഇന്നേ വരെ റിസൾട്ട് എല്ലാം ഒന്ന് നന്നായിട്ട് വായിച്ചു നോക്കിയിട്ടില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇനിയും മുതലെങ്കിലും, നമ്മൾ എന്തായാലും ഒരു എക്സാമിന് പങ്കെടുക്കാൻ പോവാണല്ലോ, അപ്പോൾ തീർച്ചയായിട്ടും ആ എക്സാംസിന്റെ ഒരു റേഞ്ചും റേറ്റും എല്ലാം അത്യാവശ്യം ബേസ് ചെയ്ത് നോക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈ പറയുന്ന ഒരു കാര്യങ്ങൾ പോലും എന്തല്ല അത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ല അല്ലെ. അപ്പോൾ എൻ്റെ അനാലിസിസ് ഇതിനകത്ത് കുറച്ച് ടെസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. ആ ടെസ്റ്റുകൾ മാത്രമേ നമുക്ക് ഇതിനകത്തുനിന്ന് പഠിക്കേണ്ടതായിട്ടുള്ളൂ. ഇനി അടുത്തത് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ആണ്. അതും ആ മൊഡ്യൂൾ 3 തന്നെ വരുന്നതാണ്. അടുത്തത് മൊഡ്യൂൾ 4 ആണ്. 12 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് മൈക്രോബയോളജി. അപ്പോൾ ബയോളജി പഠിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ച് മൈക്രോബയോളജി എന്ന് പറയുന്നത് വളരെ ഈസിയാണ് അല്ലെ. ഇതിനകത്ത് കുറച്ചധികം ബാക്ടീരിയസ്, അതായത് വൈറസിനെ കുറിച്ചൊന്നും ഇവിടെ മെൻഷൻ ചെയ്യുന്നതേ ഇല്ല. നമുക്ക് ആകെ പഠിക്കാനുള്ളത് ഒരു മൈക്രോബയോളജി റീജിയൻസ് പറയുന്നത് ബാക്ടീരിയ മാത്രമാണ്. അടുത്തത് ഹിസ്റ്റോളജി ആൻഡ് സൈറ്റോളജി ടെക്നിക്സ് ആണ്. ടിഷ്യൂസിനെ കുറിച്ച്, ടിഷ്യൂ പ്രോസസ്സിങ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഇതിനകത്ത് ഫിക്സേഷൻ ടെക്നിക്സ് ഒക്കെ എനിക്ക് തോന്നുന്നു PG ഒക്കെ കഴിഞ്ഞവരും ഈ എക്സാം എഴുതാനായിട്ടുണ്ടാവും അല്ലെ. തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഈ പോർഷൻസ് എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ലാബുകളിലൊക്കെ ചെയ്തിട്ടുള്ളവരാണ് അല്ലെ. ഇതൊക്കെ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ കൂടിയും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കിട്ടാവുന്ന പോർഷൻസേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇപ്പം നിങ്ങളൊരു MLTക്ക് വേണ്ടിയിട്ട് പങ്കെടുക്കുന്നവരാണെങ്കിലും അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും നിങ്ങളുടെ ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത് MLT പോർഷൻ തന്നെയായിരിക്കണം. ആ MLT പോർഷനിൽ നിന്ന് കിട്ടാവുന്ന മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക. അതിനുശേഷം മാത്രം നിങ്ങൾ നിങ്ങളുടെ സബ്ജക്റ്റിലോട്ട് പോകുക. ഇപ്പോൾ ഫിസിക്സ് ആണ് നിങ്ങൾ സബ്ജക്റ്റായിട്ട് എടുത്ത് പഠിച്ചേക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ സബ്ജക്റ്റ് നിങ്ങൾക്ക് എന്തായാലും ഒരു ബേസിക് നോളജ് ഉണ്ടാവും അല്ലേ. നിങ്ങൾ ഹയർ ലെവലിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ PG കഴിഞ്ഞിട്ടുള്ളവരാണ്. പക്ഷെ അത്ര നോളജ് ഒന്നും നമുക്ക് വേണ്ട. അത്രയും ഹയർ ലെവൽ നോളജുള്ള നിങ്ങളെ സംബന്ധിച്ച് ആ എക്സാമിൻ്റെ 1 മാസം മുമ്പ് മാത്രം ഒന്ന് റെഫർ ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ പ്ലസ് 2 ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അത്രയും ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കില്ലേ.
ഇപ്പോൾ ബയോളജി പഠിച്ചു പോയവരെ സംബന്ധിച്ചാണെങ്കിൽ അവരെ സംബന്ധിച്ചും കുറേ കാര്യങ്ങളൊക്കെ അതിനകത്തൊന്നും അറിയാമായിരിക്കും. അപ്പോൾ നമുക്ക് ആ എക്സാം എടുക്കുന്ന സമയത്ത് മാത്രമേ നമ്മൾ ആ സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടതായിട്ടുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ ഇത് ഇത്ര മാത്രം പഠിച്ചു. ഇപ്പോൾ നിങ്ങൾ നന്നായിട്ട് MLTയുടെ 2 ടെക്സ്റ്റുകൾ നന്നായിട്ട് പഠിച്ചു എന്ന് വിചാരിച്ചോ, പിന്നെ നമുക്ക് വേണ്ട അടുത്ത പടി എന്ന് പറയുന്നത് കുറേ അധികം ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. വെറുതെ നമ്മളിങ്ങനെ പഠിച്ച് പോയിട്ട് കാര്യമില്ലല്ലോ. ആ പഠിക്കുന്നതിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം, റിവിഷനും കൂടെ നടത്തണം. എങ്ങനെ റിവിഷൻ നടത്തും? വെറുതെ അങ്ങ് വായിച്ചു നോക്കി കഴിഞ്ഞാൽ റിവിഷൻ ആകുമോ? ഇല്ല. നമ്മളൊരു എക്സാം എഴുതാൻ പോകുമ്പോൾ ശരിക്കും അതിൻ്റെതായ രീതിയിലുള്ള റിവിഷൻസ് ആണ്. നമുക്ക് എത്രമാത്രം MCQs ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ബ്ലഡ് ബാങ്കിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പിംഗ് ആണെന്ന് വിചാരിച്ചോ, അതിനകത്തൊന്ന് മാക്സിമം കിട്ടാവുന്ന സ്കോർ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയാലും 50 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് അതിനകത്തൊന്ന് പ്രിപ്പയർ ചെയ്യുക. ആ 50 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുന്നതോടുകൂടി ആ ഒരു വലിയൊരു പോർഷനെ അവിടെ കവർ ചെയ്ത് കഴിഞ്ഞു അല്ലേ. ഇങ്ങനെ എത്രമാത്രം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യാൻ കഴിയുന്നു അത്രമാത്രം നന്നായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും, എക്സാമിന് പങ്കെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ റിവിഷൻ നടത്തണമെങ്കിൽ, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ റിവിഷൻ നടത്തണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഏതെങ്കിലും ഒരു ഫേമിനെ ഡിപ്പെൻഡ് ചെയ്തേ മതിയാവും അല്ലേ. നമ്മൾ വീട്ടിൽ നിന്ന് സെൽഫ് സ്റ്റഡി നടത്തുന്ന ഒരുപാട് കുട്ടികളുണ്ടാവും. അവർക്കൊന്നും ഇത് ആക്സസ് അല്ലാത്തൊരു കാര്യമല്ല. പക്ഷേ എന്നാലും നമ്മുടെ പ്രോസസ്സ് കുറച്ചും കൂടി ഈസി ആക്കും. എന്ത്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേർന്ന് പഠിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള കണ്ടന്റ് വളരെ കണ്ടന്റ് വൈസ് ആയിട്ട് എത്രമാത്രം പഠിക്കണം, ഇന്നത്തെ ഇന്ന കാര്യങ്ങളിലാണ് പഠിക്കേണ്ടത്, ഇന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നൊക്കെ നമ്മളോട് ഒരാൾ പറയാനുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നമ്മളോട് എല്ലാ ദിവസവും നിങ്ങൾ ഇന്ന പോർഷൻസ് പഠിച്ചോ, ഈ പോർഷൻസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടായിരിക്കും ഇനി വരുന്ന എക്സാംസ് എന്നിങ്ങനെ രാവിലെ എല്ലാ ദിവസവും ഒരാൾ ഓർമ്മിപ്പിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തന്നെ പഠിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഒരു ആത്മാർത്ഥത നമ്മൾ എവിടെ ഇടും, ഒരാൾ പറഞ്ഞു തരുമ്പോൾ നമ്മൾ ഇടും അല്ലേ. നിങ്ങൾ പലരും അങ്ങനെയാണ്. നമുക്ക് സ്വയം ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ ഇഷ്ടമാണ് മറ്റുള്ള ആൾ പറയുമ്പോൾ. അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുമ്പോൾ ആദ്യം ദേഷ്യം തോന്നിയാലും ഇവർ നമുക്ക് വേണ്ടിയിട്ടാണല്ലോ പറയുന്നതെന്ന് വിചാരിച്ചെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങും, പഠിക്കാനായിട്ട് തുടങ്ങും അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും CC എന്ന് പറയുന്നത് നിങ്ങളെ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് തന്നെയായിരിക്കും. കാരണം നമ്മുടെ ഓൾമോസ്റ്റ് MLTയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും ആപ്പിൽ ഓൾറെഡി അപ്ലോഡഡ് ആണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, ജോയിൻ ചെയ്യുക, പഠിച്ചു തുടങ്ങുക. നിങ്ങൾക്ക് വേണ്ട കണ്ടന്റ്, നിങ്ങൾക്ക് വേണ്ട ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് വേണ്ട റിവിഷൻ ടൈംസ് ഇതെല്ലാം നമ്മൾ തരും. ഏറ്റവും മാക്സിമം ലൈവുകളോടുകൂടി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പോർഷൻ മനസ്സിലായിട്ടില്ല എങ്കിൽ അത് പറഞ്ഞു തരാൻ നിങ്ങൾക്ക് മെൻറ്റർ ഉണ്ടാവും. ഇല്ലെങ്കിൽ അതെടുക്കുന്ന ഓരോ ടോപ്പിക്കും, എല്ലാ ടോപ്പിക്കും കൂടെ ഒരു ടീച്ചർ അല്ല എടുക്കുന്നത് അല്ലേ. ഇത് ഓരോ ടോപ്പിക്കിനും ഓരോ എക്സ്പേർട്ട് ആയിട്ടുള്ള കുറേയധികം ടീച്ചേഴ്സ് ഇവിടെ ഉണ്ടാവും. ആ ഓരോ ടീച്ചേഴ്സാണ് നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ പറഞ്ഞു തരുന്നത്. അപ്പം എത്ര മനസ്സിലാകാത്ത ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഒരു 3, 4, 5 തവണ ഒരു ടീച്ചർ അത് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകാതിരിക്കുമോ? തീർച്ചയായിട്ടും മനസ്സിലായിരിക്കില്ല. അതുകൊണ്ട് ഇത്രയും കിട്ടിയ ഒരു വലിയൊരു ചാൻസ് ആണ്. ഈ ചാൻസ് നിങ്ങൾ ഒരു കാരണവശാലും കളയരുത്. എന്തായാലും നിങ്ങൾ എക്സാമിന് അപ്പിയർ ചെയ്യാനായിട്ട് തീരുമാനിച്ചു, ആപ്ലിക്കേഷനും കൊടുത്തു. ഇനിയുള്ള സമയം നന്നായിട്ട് പഠിക്കാനായിട്ട് ധൈര്യമായിട്ട് CCയിൽ ജോയിൻ ചെയ്തോളൂ. ഞാനും ഉണ്ടാകും പഠിപ്പിക്കാൻ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ പിന്നെയും കാണാം. താങ്ക് യു.